ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യെല്ലോ കളർ ചക്ക അപ്പുറത്തെ ആൻറ്റി തന്നെയാട്ടോ. ഈ ഓറഞ്ച് ഞങ്ങളുടെ പ്ലാവിലെയാ. ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്ന ചക്കയാട്ടോ. ചക്കയെ കണ്ടുടനെ അത് വെട്ടിപ്പറിച്ച് കഴിച്ചില്ലേ ഒരു സമാധാനം വരത്തില്ല. ഈ ചക്കയെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് കഴിക്കും എന്നൊക്കെ തോന്നിയതാട്ടോ. വെട്ടിപ്പറിച്ചെടുത്തപ്പോൾ 2 പീസേ ഞാൻ കഴിച്ചു. എന്താണെന്നറിയത്തില്ല, പിന്നെ കഴിക്കാൻ തോന്നിയില്ല. ചക്ക കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു പോയതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ പ്ലാവിൽ ആദ്യമായിട്ട് ചക്ക പിടിച്ചത്. അത് ഞങ്ങൾക്ക് അമ്മ വെച്ചിരുന്നു കേട്ടോ. അന്ന് കിട്ടിയതൊരു കുഞ്ഞു ചക്കയായിരുന്നു കേട്ടോ. അതിനെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് അകത്ത് 1-2 ചുള മാത്രമേ കാണത്തുള്ളൂ. അത്ര ചെറുത്. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നിറയെ ചുളയുള്ള ചക്ക. 2 ചക്കയും 2 വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഓറഞ്ച് കളർ ചക്ക തേൻവരിക്കയായിരുന്നു. നന്ദയാ ക്യാമറാമാൻ ആദ്യമേ അവളുടെ വായിലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവൾ എനിക്ക് ഇതുപോലെ വീഡിയോ പിടിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ വെറൈറ്റി ചക്കകൾ ഞങ്ങൾക്ക് അവിടെയും കിട്ടുമായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിറയെ ഇതുപോലെ ചക്ക വിൽപ്പനയാട്ടോ. അതും പല വെറൈറ്റി. അത് കുറേ അമ്മച്ചിമാർ ചേർന്നിട്ടാണ് വിൽക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ഇറുത്ത് പറക്കി ഇലയിലൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കും. അതാകുമ്പോൾ വെട്ടിപ്പറിക്കൊന്നും വേണ്ട കേട്ടോ. ഓരോ പീസായിട്ട് കിട്ടത്തില്ലേ, അത് എടുത്ത് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ എന്തായാലും അവിടുത്തെ ചക്ക സീസൺ അങ്ങ് കഴിയും. ഇതെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മുറ്റത്തെ പ്ലാവാകുമ്പോൾ കുറച്ച് സന്തോഷം കൂടി ഇല്ലേ. ചക്ക കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മീനിൻ്റെ പിറകെയായി കേട്ടോ ഞങ്ങളുടെ പരിപാടി. അതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പ വന്നത്. പിന്നെ ലക്കിയും നന്ദയും കൂടെ ഇറങ്ങി ഓടി. അവർക്ക് എന്താണ്ടൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ പപ്പ. അത് വാങ്ങാനുള്ള ലക്കിയുടെ ഓട്ടോ ആട്ടോ ഇത്. ഒരു സമയത്ത് നന്ദയായിരുന്നു ഇതുപോലെ ഓടി ചെല്ലുന്നത്. ഇപ്പം ലക്കി ഇതുപോലെ ഓടുന്നതിൽ അവൾക്ക് കുറച്ച് കുശുമ്പില്ലാതില്ല കേട്ടോ. പപ്പവും കൂടെ ഉണ്ടായിരുന്ന ഇവിടെ ഒരു ബഹളമായിരുന്നു. അവൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ കാണുന്ന ഊഞ്ഞാലില്ലേ, ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ വരുമ്പോൾ മാത്രമേ ഇതുപോലെ ഇങ്ങനെ താഴ്ന്നു കിടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ സമയവും അത് മുകളിൽ പിടിച്ച് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. പപ്പവും കൂടി ഇവിടെ ഉണ്ടായിരുന്ന ഈ ഊഞ്ഞാലിക്കറ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. ഇപ്പം ആർക്കും വേണ്ടാതെ കിടക്കുന്ന കണ്ടില്ലേ. പപ്പവും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ രസമായിരുന്നു. അവരിപ്രാവശ്യം ഈ സമയത്ത് ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ വന്നു പോയതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുന്നേ. പപ്പൂനാന്നെ നേരത്തെ സ്കൂൾ അടച്ചു കേട്ടോ. ഞങ്ങളുടെ വാട്ടർ ഫൗണ്ടനിൽ ഗപ്പിയും സാരിയും അതുപോലെ വേറെയും കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങൾ ഈ കൊണ്ടുവന്ന വലിയ മീനുകളില്ലേ, അതൊക്കെ ഈ കുഞ്ഞു മീനുകളെ തിന്നുമെന്നൊരു സംശയം. അതുകൊണ്ട് അതിൽ നിന്നൊരു 3-4 മീനുകളെ പിടിച്ച് ഞങ്ങൾ ഇതിലിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. രാവിലെ അറിയാം എന്താകുമെന്ന്. ഇവരെയൊക്കെ തിന്നാലും ഇല്ലെങ്കിലും എന്തായാലും ഞങ്ങൾ രാവിലെ വാട്ടർ ഫൗണ്ടനിൽ ഇടും കേട്ടോ അവരെ. ലക്കി അതിനുവേണ്ടി കേട്ടോ അവരെയും കൊണ്ടിങ്ങ് വന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന മീനുകളെല്ലാം ഇവിടെ കേരളത്തിലെ വായു ശ്വസിച്ച് ഇവിടുത്തെ കിണർ വെള്ളത്തിൽ കിടക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇവരെയൊക്കെ വെള്ളത്തിലോട്ട് ഇടാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന മീനുകൾക്കൊന്നും ഒരു ക്ഷീണവും ഞാൻ കാണുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ടും പല നാട്ടിലെ വെള്ളത്തിൽ കിടന്നിട്ട് വന്നവരാട്ടോ. അതിൻ്റെ ഒന്നും ഒരഹങ്കാരം അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ല. ഈ കിടക്കുന്ന കുഞ്ഞു മീനുകളാട്ടോ പരീക്ഷണ വസ്തുക്കൾ. 5 മീനുകളെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ. ലക്കിക്ക് പിന്നെ എന്ത് സാധനം കണ്ടാലും അതിലൊന്ന് കൈയിട്ടിളക്കിയില്ലെങ്കിൽ അവന് സമാധാനം വരത്തില്ല. ആ പണിയായി നടക്കുന്നത്. ലക്കിയുടെ ഈ സന്തോഷം കാണുമ്പോഴേ പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ച് മീനുകൾ എൻ്റെ ഫ്രണ്ട് തന്നതാ ഓർമ്മ വരുന്നത്. അതിനെയും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ തറയിലൊരു കുഞ്ഞു കുഴി കുഴിച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കൊക്കെ നിരത്തി ആ മീനുകളെ ഞാൻ വളർത്തിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് കുറേ കാലം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ, കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. ലക്കിക്കും നന്ദിക്കും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഏട്ടനും കൂടും. ഏട്ടനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലൊക്കെയുള്ള എന്ത് സാധനങ്ങളെ കിട്ടിയാലും ഇവർക്ക് 3 ഇതൊക്കെ തന്നെയാണ് പരിപാടി. വാട്ടർ ഫൗണ്ടനിലോട്ട് ഇടുമ്പോൾ ഇതൊക്കെ എന്താവുന്നൊരു സംശയമുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞ് ഇതിനെ അതിലിടണ്ടാന്ന്, ഇത് ചത്തു പോകുമെന്ന്. അങ്ങനൊന്നും വേഗം ചാവുന്ന മീനല്ലാന്ന് ഞങ്ങളും പറഞ്ഞു കേട്ടോ. ചാവാനുള്ള മീനാന്നേ നേരത്തെ ചാവത്തില്ലായിരുന്നോ? ഞങ്ങളോടൊപ്പം ഇതുവരെ വരണോ അതിന് ചാവാൻ വേണ്ടി? എന്തായാലും നോക്കാം കേട്ടോ. ലക്കിക്ക് ഇതുപോലൊക്കെയുള്ള എന്ത് അവസരം കിട്ടിയാലും പാഴാക്കി കളയത്തില്ല കേട്ടോ. അവൻ ഇതിനകത്തുനിന്ന് കുഞ്ഞു മീനുകളൊക്കെ പറക്കിയെടുക്കുക. നാട്ടിൽ വന്നപ്പോൾ കുറച്ചുകൂടെ കുസൃത്തരങ്ങൾ കൂടിയോന്നൊരു സംശയം. ലക്കിക്കും നന്ദയ്ക്കും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കോളാട്ടോ. വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പപ്പ വാങ്ങിക്കാതെ വരത്തില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ മാളുമൊക്കെ ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ രസമായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വന്നെന്നറിയുമ്പോൾ ഓടി വരുന്നവരാ. മാളുവിനന്നേ അവധിയില്ലാന്ന്. പപ്പു അന്നേ വലിയമ്മേ വലിയമ്മേ എന്നും പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ കാണാൻ തോന്നുക. ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോഴേ നമ്മുടെ കുടുംബത്തിലുള്ള പലർക്കും ഇതിൽ തല കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവരെയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. പലരുടെയും വീഡിയോ പിടിച്ചപ്പോൾ പിടിക്കല്ലേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എന്തോ മഹാ അപരാധം ചെയ്യുന്ന പോലെ. അങ്ങനെയുള്ളവരാരും എൻ്റെ വീഡിയോയിൽ കാണത്തില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലക്കി അടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. പാലും അടുപ്പത്ത് വെച്ച് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നതാ. അത്രയും നേരം നോക്കിയിരുന്നു കേട്ടോ. ലാസ്റ്റിലെ 1 സെക്കൻഡിൽ പാല് തിളച്ചങ്ങ് പോയി. ഇനിയിപ്പോൾ ലക്കി അത്രയും കുറച്ച് കുടിച്ചാൽ മതി. ഇതാണ് കേട്ടോ കനവ്. ഒരുപാട് കനവ് കണ്ടുവെച്ച ഞങ്ങളുടെ കനവ്.
ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.